എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ S1 കുട്ടികളുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മുന്നോട്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാളെ S1 കുട്ടികളുടെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന സബ്ജക്റ്റ് പരീക്ഷയാണ് നടക്കുവാൻ പോകുന്നത്. അതേസമയം നിരവധി കുട്ടികൾ കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ എന്ന്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസ് അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് സ്ക്രീനിൽ കാണിക്കുവാൻ പോകുന്നത്. മൊഡ്യൂള് 1-ൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എന്തെന്നാൽ മെഷ് അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ അല്ലെങ്കിൽ നോഡാണ്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചാൽ തന്നെ അതിൽ നിന്ന് മുഴുവൻ മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇത് പഠിക്കുമ്പോൾ മിനിമം 2 പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. തിയറി ആയിട്ട് ഓംസ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് ലോ, കിർച്ചോഫിന്റെ 2 ലോയും വ്യക്തമായി തന്നെ പഠിക്കുവാൻ ശ്രമിക്കുക. ഇനി മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഡെഫിനിഷൻസ് ഓഫ് ഓൾ ബേസിക് ടേംസ്, അതായത് MMF, ഫ്ലെക്സ് ഡെൻസിറ്റി, അതുപോലെയുള്ള കുറച്ച് ടേംസിന്റെ ഡെഫിനിഷൻസ് പഠിക്കുവാൻ ശ്രമിക്കുക. അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ കിടിലൻ നോട്ട് കോളേജ് ദോസ്ത് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ഇതിൽ നോട്ട് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കുട്ടികളും പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ മൊഡ്യൂള് തിയറി ആയിട്ട് 2 ലോസ് ഉണ്ട്, ഫാരഡേസ് ലോസും ലെൻസസ് ലോയും. രണ്ടാമത്തത് ഡെഫിനിഷൻ ആയിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും. മൂന്നാമത്തത് ത്രീ ഫേസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്. പ്രോബ്ലംസ് ആയിട്ട് അനാലിസിസ് ഓഫ് സിമ്പിൾ AC സർക്യൂട്ട്സ്. മൂന്നാമത്തെ മൊഡ്യൂളില് തിയറി ആയിട്ട് സെനർ ആൻഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണും ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈയും. സർക്യൂട്ട് ഡയഗ്രാം ആയിട്ട് RC കപ്പിൾഡ് ആംപ്ലിഫയറും BJT അതിന്റെ വർക്കിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും ബ്രിഡ്ജ് റെക്ടിഫയേഴ്സും. നാലാമത്തെ മൊഡ്യൂളില് കൺസെപ്റ്റ് ഓഫ് AM ആൻഡ് FM അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്ലോക്ക് ഡയഗ്രാംസ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഫംഗ്ഷൻ ജനറേറ്റർ. കൂടാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാമും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ പരീക്ഷയിൽ ചോദിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ മാക്സിമം കമന്റ് ബോക്സിൽ ചോദിക്കുക. നന്ദി.